ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് എല്ലും കപ്പിയും പിന്നെ കുറച്ച് പിടി ഉണ്ടാക്കി നോക്കിയാലോ. മസാലയ്ക്ക് നമുക്ക് ഗ്രാമ്പൂ, കറുകപ്പട്ട, ജീരകം, പിന്നെ വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, കറിവേപ്പില ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതൊന്ന് വറുത്ത് നല്ല മൂത്ത് ടെക്കെന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ വേഗം ഓഫാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ വറുത്തെടുത്ത് ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പൊടിച്ചെടുത്തിട്ട് നമ്മൾ ഈ എല്ല് വേവിക്കാൻ വെച്ചിട്ടുണ്ടാവില്ല, അതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് മസാല ഇടുക. പിന്നെ ബീഫ് കറി വയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ മസാലകൾ ഉപയോഗിക്കാം? ബീഫ് മസാല, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. ആ എല്ലിന് നിറച്ച് വിട്ട് വരണതാട്ടോ വേകുന്ന സമയം. എന്നിട്ട് അത് വാങ്ങിയെടുത്തിട്ട് നമ്മൾ കഴുകി വെച്ച കപ്പയിലേക്ക് ഇതെല്ലാം ചേർക്കുക. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാലക്കൂട്ടുണ്ടാവുമല്ലോ, അതും തേങ്ങയും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഉപ്പിടുക. എന്നിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് വെന്ത് പാകത്തിനായി വരുമ്പോൾ നമ്മൾ തവിക്കണയോ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഇളക്കി നല്ല മിക്സാക്കി എടുത്താൽ മതി. നമ്മുടെ എല്ലും കപ്പ അങ്ങനെ റെഡി ആകും കേട്ടോ. എല്ലായിടത്തും എല്ലും കപ്പ എന്നാണോ പറയണതെന്ന് അറിയില്ല, ചിലയിടത്തൊക്കെ കപ്പ ബിരിയാണി എന്നും പറയും. നമ്മളിവിടെ എല്ലും കപ്പ എന്നാണ് പറയാം. അങ്ങനെ നമ്മുടെ എല്ലും കപ്പ റെഡിയായി. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാം. പിടി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ്: അരിപ്പൊടി വേണം, പിന്നെ തേങ്ങ വേണം, ജീരകം വേണം, വെളുത്തുള്ളി വേണം, പിന്നെ ജീരകം ഇത്ര സാധനങ്ങൾ വേണം കേട്ടോ. അതിൽ വെളുത്തുള്ളി, ചുമന്നുള്ളി, ജീരകം ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുക. ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചേക്കുന്നതിലേക്ക് ഇതിട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കുക. ഈ വെള്ളത്തിൽ വേണം നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. ഈ നമ്മളെടുത്ത അരിപ്പൊടിയിലേക്ക് തേങ്ങ ചേർക്കണം. പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളമല്ല, ആ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. നല്ല ചൂടോടുകൂടി വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. നമ്മൾ ഈ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പരുവല്ലേ, ആ പരുവത്തിന് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. കുറച്ച് പണിയാണ്, എന്നാലേ നല്ല രീതിക്ക് കിട്ടുള്ളൂ. ഇനി കുഴച്ച് നല്ല നമ്മളിങ്ങനെ ഉരുണ്ടയാക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കണം. ഇത്ര വലുതാക്കാൻ പാടില്ല, എന്നാലും കുറച്ചും കൂടി ചെറുതാക്കി ഇടണം കേട്ടോ ഉരുട്ടെടുക്കുക. ഞങ്ങൾ വേഗം തീരാൻ വേണ്ടിയിട്ട് ഇത്തിരി വലുതാക്കിയെന്നുള്ളൂ, ഇതിലും ചെറുതാക്കി എടുക്കണം. ഈ പണിക്ക് ഏതും കുട്ടനും കൂടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എല്ലാം നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പണിയാണ്. അവന് കൊടുത്തപ്പോൾ അവന് സന്തോഷമായി ചെയ്തെടുക്കാൻ. ഈ വെള്ളം ഇങ്ങനെ തിളകേറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച ഉണ്ടകൾ ഇടണം കേട്ടോ. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ നേരത്തെ ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതച്ച് വേവിച്ച വെള്ളമില്ലേ, ആ വെള്ളം കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. ആ വെള്ളം ഇപ്പം ഇതിലേക്കും കൂടി ഒഴിക്കാൻ ആവശ്യമായിട്ട് വരും. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇനി ഈ ഉണ്ടകളെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്തിടണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കട്ട പിടിച്ച് ഒരുണ്ടയായപ്പോൾ പേടിയായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എല്ലാം സെപ്പറേറ്റ് തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കൂടി കെട്ടിപ്പിടിച്ച് ഒരുമിച്ചായി പോകും. നല്ല ശ്രദ്ധിച്ച് വേണം ഇട്ട് ഇടാൻ. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുഴയ്ക്കാനെടുത്ത ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതിലാണ് നമ്മൾ ജീരകവും വെളുത്തുള്ളി അതിൻ്റെ സത്തൊക്കെ അതിലേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് വെച്ചിട്ട് നല്ലപോലെ തിളച്ച് വരണം. പിന്നെ ഇതിലേക്ക് ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് അരിപ്പൊടിയും തേങ്ങയും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇത് അടിയിൽ ഇവരെല്ലാവരും കൂടി പോയി ഒട്ടിപ്പിടിച്ച് ചിലപ്പോൾ കെട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കണം. കോലോ തവിയുടെ അറ്റാക്കിട്ടൊന്ന് ഇളക്കി വിടണം, ഇല്ലെങ്കിൽ അവർ കെട്ടിപ്പിടിക്കാനോടും. അങ്ങനെ അവരെ വിടർത്തി ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇവരൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഈ അരിപ്പൊടിയും തേങ്ങയും കൂടി ചേർക്കണേ. അതും കൂടി ചേർത്തിട്ട് തിളയ്ക്കണം.
തിളയ്ക്കുമ്പോഴും പണിയാണ്. നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടിയിൽ പിടിക്കാനേ പാടില്ല. നല്ല പോലെ മിക്സാക്കി എടുക്കണം. അടിയിൽ പിടിക്കാതെ അവരെ ഇളക്കി എടുക്കണം. എന്നിട്ട് നല്ല കുറുക്കി വന്നു കഴിയുമ്പോഴത്തേനും ഇത് വേഗം കൂട്ടും. കാരണം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടല്ലേ കുഴക്കണേ. അപ്പം തന്നെ അരിപ്പൊടി പകുതി വെന്തിട്ടുണ്ടാവും. ഇതും കൂടി ആകുമ്പോൾ നല്ല വേഗം. എന്നിട്ടൊന്ന് മൂടി വെച്ച് കുറച്ചൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ സ്റ്റവ് ഓഫാക്കി നമുക്ക് സെർവ് ചെയ്യാം. ചൂടോടെ തിന്നുമ്പോൾ ടേസ്റ്റുണ്ട്, അല്ലാതെ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് തിന്നാനാട്ടോ നല്ല രുചി. എനിക്ക് തണുത്ത് കഴിഞ്ഞിട്ട് തിന്നാൻ ചൂടോടെ അതിങ്ങനെ പൊട്ടിച്ച് തിന്നും. അതുകൊണ്ട് നല്ല തണുത്ത് കഴിഞ്ഞ് കുറച്ച് ചിക്കൻ കറിയും കൂട്ടി തിന്നാൽ സൂപ്പറായിരിക്കും കേട്ടോ. പിടി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണെന്നൊക്കെ തോന്നുമെങ്കിലും കുറച്ച് പണിയുണ്ട്. കുറച്ച് പണിയായതുകൊണ്ട് നമ്മൾ ക്രിസ്മസിനോ പള്ളിപ്പെരുന്നാളിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കേഷനിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.